ഈ ഉദ്യോഗസ്ഥന് ഉൾപ്പെടെയുള്ള ആളുകളെ മാഫിയ ബന്ധത്തിൻ്റെ പേരിൽ ജനുവരി 16 പോലീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായിട്ടുള്ള വാർത്തകളും അതിൻ്റെ ഓർഡറും നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ ഷെയർ ചെയ്യാം. 2-3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു 2023 ജനുവരി 16. ആ വാർത്ത എടുക്കും. 2023 ജനുവരി 19 3 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്നുള്ള വാർത്തയാണ്. തിരുവനന്തപുരത്ത് ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ 3 പോലീസുകാരെ പിരിച്ചുവിട്ടുകൊണ്ടാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു ഉത്തരവിറക്കിയിരിക്കുന്നത്. CI അഭിലാഷ് ഡേവിഡ്, പോലീസ് ഡ്രൈവർ ഷെറി എസ് രാജ്, ട്രാഫിക് സ്റ്റേഷനിലെ പോലീസുകാരൻ റെജി ഡേവിഡ് എന്നിവരെയാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ പിരിച്ചുവിട്ടുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതിൽ CI ആയ അഭിലാഷ് ഡേവിഡ് ഇപ്പോൾ നിലവിൽ റെയിൽവേ പോലീസ് CI ആയിരുന്നു. ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ ഇപ്പോൾ സസ്പെൻഷനിലാണ്. CI അഭിലാഷ് ഡേവിഡ് ശ്രീകാര്യം SHO ആയിരിക്കുമ്പോൾ ലൈംഗിക പീഡന കേസിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്നുള്ള ആരോപണം, ആ ആരോപണത്തിന്റെ പേരിലാണ് ഇപ്പോൾ സേനയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 3 പോലീസുകാരെ പിരിച്ചുവിട്ടു. ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ്, ഡ്രൈവർ ഷെറി എസ് രാജ്, CPO റെജി ഡേവിസ് എന്നിവർക്കെതിരെയാണ് നടപടി. നിങ്ങൾ ആലോചിക്കുക, ഈ പിരിച്ചുവിട്ട ഗുണ്ടാബന്ധത്തിന്റെ പേരിലും ഗുരുതരമായ കേസുകൾ ഒതുക്കി തീർത്തതിന്റെ പേരിലും ആദ്യം സസ്പെൻഡ് ചെയ്യപ്പെട്ട, പിരിച്ചുവിട്ടു എന്ന് ടൈംസിന്റെ ഇതിന്റെയൊക്കെ വാർത്ത, പിന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ഇന്ത്യൻ എക്സ്പ്രസിലെ വാർത്ത. ഈ പറയുന്ന റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ് under suspension for being in touch with land mafia was dismissed over lapse in a rape case while he was posted as inspector at Srigaryam station. പിരിച്ചുവിട്ടുന്ന ഇന്ത്യൻ എക്സ്പ്രസിലെ 3 പോലീസുകാരെ പിരിച്ചുവിട്ടുന്ന കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും, ഇത് 24-ലും മാതൃഭൂമിയും ഏഷ്യാനെറ്റും മനോരമയും മറ്റെല്ലാ ചാനലുകളും ന്യൂസ് 8-നും പ്രിന്റ് മീഡിയയും എല്ലാവരും തിരുവനന്തപുരത്ത് 3 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന വാർത്തയാണ്. ഇനി ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടെ ഇത് പിരിച്ചുവിട്ടു എന്നുള്ള വാർത്ത. ഇപ്പൊ കഴിഞ്ഞ ദിവസം വിവരാവകാശ പ്രകാരം ഒരു വാർത്ത പുറത്തു നിങ്ങൾ കണ്ടു. പിരിച്ചുവിട്ട പോലീസുകാരുടെ ഡീറ്റെയിൽസ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ല എന്നുള്ള മറുപടിയാണ് വിവരാവകാശ പ്രകാരം കൊടുക്കുന്നത്. വിവരാവകാശത്തിന്റെ കോപ്പി നിങ്ങൾക്ക് അയച്ചു തരുന്നു. എന്തുകൊണ്ടാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ലാത്തതെന്ന് അറിയോ? പിരിച്ചുവിട്ടു എന്ന് മാധ്യമങ്ങളോട് പറയാ, പിരിച്ചുവിട്ടു എന്ന് നിയമസഭയിൽ പറയാ, വലിയ ശുദ്ധീകരണ കലശം നടത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുക, എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് CPM പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക. CI അഭിലാഷ് ഡേവിഡ് എന്ന CPMന്റെ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഭിലാഷ് ഡേവിഡ് വടകര കൺട്രോൾ റൂമിലെ CI ആണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോസ്റ്റിങ്ങിന്റെ വിവരം. വെബ്സൈറ്റിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ പോസ്റ്റിങ്ങിന്റെ താഴെ കാണുന്നില്ല. ഫോട്ടോയുടെ കോളം ബ്ലാങ്ക് ആണ്. പിരിച്ചുവിട്ടു എന്നുള്ളതാണ് പത്രമാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ പിരിച്ചുവിട്ടതിന്റെ ഓർഡർ നോക്കുമ്പോൾ കാണുന്നില്ല. സസ്പെൻഷന്റെ ഓർഡർ കാണുന്നുണ്ട്. ഇനി ആ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് റിവോക്ക് ചെയ്യുന്ന കാര്യത്തിൽ പോലും കൂടെ ഉണ്ടായിരുന്ന ആളുകളെ റിവോക്ക് ചെയ്തതിന്റെ ഓർഡർ ഈസിലി അവൈലബിളാണ്. ഇയാളെ തിരിച്ചെടുത്തതിന്റെ ഓർഡർ കിട്ടാനും പാടാണ്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ പഴയ SFI ബന്ധം എന്ന് മാത്രമല്ല, വഞ്ചൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകൻ, സസ്പെൻഷൻ പീരീഡിൽ സമയം കൊല്ലുന്നതിന് നിരന്തരം ഏരിയ കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ചിരുന്ന ഒരാൾ, ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിരന്തര സന്ദർശനത്തിൽ മേലുദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ അതൃപ്തി പ്രകടിപ്പിച്ച ഒരാൾ, അങ്ങനെയുള്ള ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരു പ്രൊവോക്കേഷനും ഇല്ലാത്തൊരു സമരത്തിൽ ഞങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിടാനും മൂക്ക് തല്ലിപ്പൊളിക്കാനും തലക്കടിക്കാനും നേരെ ആളുകൾക്ക് നേരെ ഗ്രനേഡ് കഴിഞ്ഞിട്ട് കൊല്ലാൻ ശ്രമിക്കാനും ഒക്കെ പോലീസ് ശ്രമിക്കുന്നതിന്റെ പിന്നിലെ കാരണം അതാണ്. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഒന്നും കൂടെ പറയുന്നത്, CPMന് വേണ്ടി ഗുണ്ടാപ്പണി എടുക്കുന്നവർ പുറത്തുമുണ്ട്, പോലീസിനകത്തുമുണ്ട്. ഇപ്പൊ പോലീസിനകത്ത് ഈ ഗുണ്ടകളാണ് പോലീസിന് നേതൃത്വം നൽകുന്നത്. ഇവരെ സംരക്ഷിക്കുകയാണ്. പുറത്തെ ഗുണ്ടകളെയും അകത്തെ ഗുണ്ടകളുടെയും സംരക്ഷകനായി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി, അവരുടെ രക്ഷാധികാരി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്. ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു, പോലീസും ഞങ്ങളും തമ്മിലുള്ള ഒരു സമരത്തിന്റെ സംഘർഷത്തിൽ CPM എന്തിനാണ് റാലി നടത്തുന്നത്?
ഞങ്ങൾ അവിടെ പോയി പ്രസംഗിച്ച പാറക്കൽ ഉൾപ്പെടെയുള്ള പ്രവീണൻ ഉൾപ്പെടെയുള്ള പിന്നെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പ്രസംഗിച്ചത് പോലീസിന്റെ വീഴ്ചകളെ പറ്റിയാണ്, പോലീസിനെതിരായിട്ടാണ്, ഈ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരായിട്ടാണ്. പിറ്റേ ദിവസം റാലി നടത്തിയിട്ട് EP ജയരാജനെ പോലെ ആളുകൾ കൊണ്ടുവന്നിട്ട് ഇപ്പം മൂക്കിന്റെ പാലേ പോയിട്ടുള്ളൂ, കയ്യൂക്കുള്ള ആളുകൾ പോലീസും ഞങ്ങളും തമ്മിലുണ്ടായിട്ടുള്ള ഒരു സമരത്തിനിടെ ഉണ്ടായിട്ടുള്ള സംഘർഷത്തിന്റെ പുറത്ത് CPM റാലി നടത്തിയിട്ട് പ്രവർത്തകരോട് ബാക്കി അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നതിന്റെ റീസൺ എന്താ? ഞാൻ ചില ഭരണവിലാസവും യുവജന സംഘടനാ നേതാക്കന്മാരുടെ പത്രസമ്മേളനത്തിനും അവരുടെ അവകാശവാദങ്ങളെയൊന്നും ഗൗരവത്തിലെടുക്കുന്നില്ല. പക്ഷെ എനിക്ക് അവരുടെ പ്രവർത്തകരെ ഓർത്തിട്ട് സഹതാപമുണ്ട്. സമരകാലത്തെപ്പറ്റി പറയുന്നവരും സമരവീര്യത്തെപ്പറ്റി പ്രസംഗിച്ചവരൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഭരണത്തിൻ്റെ സുഖലോലുപതക്ക് അടിമകളായിട്ട് മാറിയിരിക്കുകയാണ്. സമരമൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ അലർജിയും പുച്ഛമാണ്. സമരരംഗത്ത് വീഴുന്ന ചോരയോട് അവർക്കിപ്പോൾ പരിഹാസമാണ്. ഭരണം ആരുടെയും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒന്നും അല്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്താനും ആഗ്രഹിക്കുന്നു. നാളെ ഏത് ഭരണം വന്നാലും പോലീസ് ആളുകളുടെ മുഖത്തേക്ക് ഗ്രനേഡ് എറിയുന്നതും തലതല്ലി പൊളിക്കാൻ ശ്രമിക്കുന്നതിനും യോജിപ്പില്ലാത്ത യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തി വന്നിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. നാളെ ആർക്കും, കാരണം ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് പിന്നീടാണ് ചെറുപ്പക്കാരുൾപ്പെടെയുള്ള ആളുകൾക്ക് ഉണ്ടാവുന്നത്. ഒരു കാലത്ത് തലയിലടിക്കാതിരിക്കാൻ പരിശീലനം ബെഹ്റയുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്ത കൊടുത്ത ആളുകളാണ്. ഇപ്പം തലയും മുഖവും മാത്രം നോക്കി അടിക്കുകയും മുഖത്തേക്ക് ഗ്രനേഡ് എറിഞ്ഞ് പൊട്ടിക്കാനും ശ്രമിക്കുന്ന പോലീസിങ്ങിനെ ഈ സമരകാലം പറയുന്നവർ പിന്തുണക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത് അപഹാസ്യമാണ്. അവരുടെ കഴിഞ്ഞകാല സമരങ്ങളിൽ പങ്കെടുത്ത ആളുകളെ സംബന്ധിച്ച് ഓർക്കും എനിക്ക് സാധാരണമുണ്ട് അവരുടെ നേതൃത്വത്തിൻ്റെ അത്തരം നിലവാരങ്ങളെപ്പറ്റി. പിന്നെ മൂക്ക് പൊട്ടിയാൽ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഏതെങ്കിലും സൈബർ സഖാവ് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു LDF കൺവീനറുടെ സ്ഥാനത്ത് നിന്നിട്ട് മൂക്ക് പൊട്ടിയാൽ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ജയരാജേട്ടൻ തൻ്റെ പരിക്കിനെ പറ്റി പറഞ്ഞപ്പോൾ എന്തായിരിക്കും മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് അറിയാൻ എനിക്ക് കൗതുകമുണ്ട്.